ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സംസ്കാരത്തെക്കുറിച്ചാണ്, മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. അതിനു മുമ്പേ സംസ്കാരങ്ങൾ ഉയർന്നു വരാൻ കാരണം അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉയർന്നു വന്നത് എവിടെയാണ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. സംസ്കാരങ്ങൾ ഉയർന്നു വന്നത് നദീതടങ്ങളിലാണ്. സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ ഉയർന്നു വന്നത് വെങ്കല യുഗ സംസ്കാരം മുതലാണ്. യുഗ സംസ്കാര കാലഘട്ടത്തിലാണ് നദീതടങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് മനുഷ്യൻ നഗര നിർമ്മാണവും സ്ഥിരതാമസ രീതികളും ആരംഭിച്ചത്. ഇതാണ് നാഗരികത ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നാഗരികത ഉയർന്നു വന്നത് വെങ്കല യുഗ സംസ്കാര കാലഘട്ടത്തിലാണ്. എന്താണ് വെങ്കല യുഗം എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. എന്നാലും മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹം എന്ന് പറയുന്നത് ചെമ്പാണ്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹം ചെമ്പാണ്. ഈ ചെമ്പും ഈയവും ചേർന്ന് ഓട് നിർമ്മിച്ച ഒരു കാലഘട്ടമാണ് വെങ്കലയുഗ കാലഘട്ടം. ഇതൊരു പ്രത്യേകത, ശിലായുഗത്തിനും ഇരുമ്പ് യുഗത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. ചെമ്പ് ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ ചെമ്പിൽ നിന്ന് ഈയവും കൂടി ചേർത്ത് ഓടുണ്ടാക്കിയപ്പോൾ അവൻ്റെ കൃഷി മെച്ചപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നു, അല്ലേ? കൃഷി മെച്ചപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. അവന് ഉൽപാദന വർധനവുണ്ടാകുന്നു. ഉൽപാദന വർധനവിലൂടെ അവൻ ഉൽപാദന കൈമാറ്റം നടത്തുന്നു. ഈ ഉൽപാദന കൈമാറ്റം നടത്തുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളൊക്കെ തന്നെ നദീതടങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമുക്ക് ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കും. ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തെയാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന്, കൃഷി മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ്. കാരണം ചെമ്പിൽ നിന്ന് മനുഷ്യൻ വെങ്കലത്തിലേക്ക്, കുറച്ചും കൂടി ഉറപ്പുള്ള വെങ്കലത്തിലേക്ക് മാറിയത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കൃഷി മെച്ചപ്പെടുന്നു, മനുഷ്യൻ്റെ കൃഷി മെച്ചപ്പെടുന്നു. ആ കൃഷിയിൽ നിന്ന് അവൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുന്നു. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഭരണസിരാകേന്ദ്രമായിട്ടും നദീതടങ്ങൾ മാറിയതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമുക്ക് ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കാം. നമ്മൾ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്നാമത്തെ സംസ്കാരമായ, ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേത് സംസ്കാരവുമായ മെസോപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരമാണ് ലോകത്തിലെ ആദ്യ സംസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായിട്ട് ഏതിനെ വിശേഷിപ്പിക്കാം? മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തെ വിശേഷിപ്പിക്കാം. എന്താണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നദികൾക്കിടയിലുള്ള പ്രദേശം. അർമേനിയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിലേക്ക് ഒഴുകിയെത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് യുഫ്രട്ടീസ്, ടൈഗ്രീസ്. യുഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട പ്രദേശമായതുകൊണ്ടാണ് ഇതിനെ മെസോപ്പൊട്ടോമിയ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ സംസ്കാരത്തിൻ്റെ മൂശ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. സംസ്കാരത്തിൻ്റെ മൂശ, സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. ഈ സംസ്കാരത്തെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ചത് ബ്രസ്റ്റഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ബ്രസ്റ്റഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സംസ്കാരത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. തുടർന്നുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.